ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങളുടെയൊക്കെ സ്നേഹം നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചതിൽ വലിയ സന്തോഷവും വലിയ അഭിമാനവും തോന്നുന്നുണ്ട്. കാരണം എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളവരെയും കാണുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവരുടെ ഒപ്പം സമയം ചെലവഴിക്കുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് ഊർജ്ജവും സന്തോഷവും കിട്ടാറുണ്ട്. അതിനുള്ള ഒരു അവസരമാണ് എനിക്കിത്. പിന്നെ ഒരുപാട് വർഷമായി തോന്നുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ എന്നതിലുപരി ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള, പ്രതീക്ഷയുള്ള, ബഹുമാനമുള്ള മന്ത്രിയാണ് ഗണേശേട്ടൻ. അപ്പോൾ ഗണേശേട്ടനെയും ഒരുപാട് വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു നേരിട്ട് കാണാനുള്ള ഒരു അവസരവും എനിക്ക് കിട്ടിയത്. അതിലും എനിക്ക് സന്തോഷമുണ്ട്. അതിനൊക്കെ എനിക്ക് നന്ദി പറയാനുള്ളത് മൈജിയോടാണ് തീർച്ചയായിട്ടും. കാരണം മൈജി എന്ന കുടുംബത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിന് ശ്രീ ഷാജിയോടും മൈജി കുടുംബത്തിന് മുഴുവനായിട്ടും ഞാൻ നന്ദി പറയുകയാണ്. എപ്പോഴും മൈജിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഷാജിയെ പോലെ തന്നെ മൈജി കുടുംബത്തിൽ ഓരോ അംഗത്തെ പോലെ തന്നെ എന്നെയും വലുതായിട്ട് സന്തോഷിപ്പിക്കുന്നതാണ്. ഇവിടെ തന്നെ മറ്റൊരു മൈജി ഉണ്ട്, ഇവിടെ രണ്ടാമത്തെ മൈജിയാണ്. മഞ്ജേച്ചി പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തീർക്കരുത്, കാരണം മഞ്ജേച്ചി ഞങ്ങൾക്ക് കണ്ടു മതിയാവില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം നമ്മളൊരു ചെറിയ ഉദ്ഘാടനം ഇവിടെ നടത്തുന്നുണ്ട്. അപ്പൊ അതിനുശേഷമാണ് നമ്മുടെ സെയിൽസ് ആരംഭിക്കുക. അപ്പോൾ സെയിൽസ് ആരംഭിക്കുന്നതിന്റെ ഭാഗത്തോട് കൂടിയിട്ട് നമ്മൾ നേരെ സ്റ്റേജിലേക്ക് ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് എന്തായാലും വിശദമായിട്ട് പറയാനൊന്നും കുറെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്, കുറെ കാര്യങ്ങൾക്ക് ഇവർക്കും ചോദിക്കാനുണ്ട്. അപ്പൊ അത് ഓരോന്നായിട്ട് നമ്മൾ അല്പം സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി വിശദമായിട്ട് ചോദിക്കുന്നതാണ്. ഇപ്പോ തീർച്ചയായിട്ടും നമ്മൾ അല്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ മഞ്ജു ചേച്ചിയുടെ സഹപ്രവർത്തകനായിരുന്നു. അതിലുപരി ഇപ്പോ മലയാളിയുടെ കേരളത്തിന്റെ അഭിമാനമാണ്. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ AC ബസ് നമുക്ക് സമ്മാനിച്ച ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയാണ് ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സുഖ സൗകര്യങ്ങളുടെ ഏറ്റവും ആദ്യത്തെ പടി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്ക് സമ്മാനിച്ച ഏറ്റവും ആദ്യത്തെ ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയാണ് ഗണേഷ് കുമാർ. രണ്ട് വാക്ക് അദ്ദേഹത്തിന്റെ മൈജിയെ കുറിച്ച്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് മൈജിയുടെ ഉദ്ഘാടനത്തിനാണ് വന്നത്. ഞാൻ മന്ത്രിയായതിനു ശേഷം ഒരു തീരുമാനം ഉണ്ടായിരുന്നു, ഷോറൂം ഒന്നും ഉദ്ഘാടനത്തിന് പോകില്ല. പക്ഷേ ഈ ഷാജി എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഞാനും എൻ്റെ ഭാര്യയും കൂടെ വരാൻ കാര്യം, ഭാര്യ അങ്ങനെ പൊതുസ്ഥലത്തൊന്നും വരാറില്ല. ഷാജി എൻ്റെ കുടുംബ സുഹൃത്താണ്, എൻ്റെ സഹോദരനാണ്. ഷാജിയുടെ കൊട്ടാരക്കര ഷോറൂം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. എവിടെയും ഷോറൂം ഉദ്ഘാടനം ഷാജി എന്നെ ഒന്ന് വിളിക്കും, പക്ഷെ ഞാൻ അവിടെ ഇല്ലെന്ന് അറിഞ്ഞാൽ മാത്രം ഷാജി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്നെ എല്ലാ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിലും പങ്കെടുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് 112ാമത്തെ ശാഖയാണ്. ഞാൻ ഒത്തിരി സന്തോഷമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, മലയാളികൾക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു മാതൃകയാണ്. കുറഞ്ഞ കാലം കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വിദേശത്തു നിന്നുള്ള പണമൊന്നുമില്ലാതെ സ്വന്തം നാട്ടിൽ അധ്വാനിച്ചു. പ്രവാസികളൊക്കെ വന്ന് ഒരുപാട് പൈസ മുടക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് ഉണ്ട്. പക്ഷെ ഇവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ, ഈ മണ്ണിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വളർന്ന് ഇതുപോലൊരു വലിയ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തതിൽ ഷാജിയെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. നമ്മുടെ യുവത്വത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന ഷാജിയുടെ കരുനാഗപ്പള്ളിയിലെ ഒരു വലിയ ഷോറൂമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നമ്മുടെ മഞ്ജു ഉണ്ട്. മഞ്ജു പറഞ്ഞാലൊക്കെ ഒരുപാട് വർഷമല്ല, ഞങ്ങൾക്ക് ഒരു 3 വർഷം മുമ്പ് ആണ് ഞാൻ ദുബായിൽ വെച്ച് പിന്നെ കണ്ടതാണ്. സുരേഷ് കുമാറിൻ്റെ മോഹൻലാലിൻ്റെ സുഹൃത്തുക്കൾ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, അവിടെ വെച്ചാണ് കണ്ടത്. പിന്നെ മഞ്ജു ഇത് മോട്ടോർ സൈക്കിളിൽ പോകുന്നതൊക്കെ കാണാറുണ്ട്. മഞ്ജു എന്നെ നേരിട്ട് കാണുന്നില്ലെങ്കിലും ഞാൻ മഞ്ജുവിൻ്റെ ചലനങ്ങളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. ഹിമാലയത്തിൽ പോകാൻ ബൈക്ക് വാങ്ങിക്കുന്നതും. ഇനിയിപ്പോൾ ട്രാൻസ്പോർട്ട് മന്ത്രി അറിയണം, അങ്ങനെയൊക്കെ വല്ല നിയമലംഘനം ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോടുക. യെസ്, എന്തായാലും നമ്മൾ